ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കട്ടിങ് സ്റ്റിച്ചിങ്ങൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ള ലെയർ ഫ്രോക്കാണ്. അതുപോലെ ചെസ്റ്റ് പോർഷനിൽ നല്ല ഭംഗിയുള്ളൊരു സ്ലീവ് ഭാഗമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേസ്റ്റിൽ നല്ല ഭംഗിയുള്ള ലേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളിതൊക്കെ അറ്റാച്ച് ചെയ്ത ആ ഒരു രീതിയാണ് കേട്ടോ. അത് ഒരു 31 സൈസിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരു 5 ഇയർ ബേബിൻ്റെ കറക്റ്റ് സൈസാണ്. അപ്പോൾ ഇതിൽ ക്ലോത്ത് ടോട്ടൽ പ്ലെയിൻ നെറ്റ് 8 മീറ്റർ വന്നിട്ടുണ്ട്. വർക്ക് നെറ്റ് 1/2 മീറ്റർ, ക്രേപ്പ് ലൈനിങ് 1.25 മീറ്ററിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. കോട്ടൺ ലൈനിങ് 1.5 മീറ്റർ വന്നിട്ടുണ്ട്. ലൈസ് 40 സെൻറ്റിമീറ്റർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള മെറ്റീരിയലിൻ്റെ അളവുകളും അതുപോലെ മെറ്റീരിയലും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എത്രയെന്നുള്ള കൺഫ്യൂഷൻ ഇനി ആർക്കും വേണ്ടല്ലോ. അപ്പോൾ ഇത് മെയിൻ സ്കർട്ട് പോർഷനാണ്. അപ്പോൾ ഫസ്റ്റ് പീസ് നമ്മൾ 5 മീറ്ററിലാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. 5 മീറ്റർ ഫോൾഡ് ചെയ്തിട്ട് 22.5 ഇഞ്ച് ലെങ്ത്തിലാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 22.5 ഇഞ്ച് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അതാ ഫസ്റ്റ് പീസ് കട്ട് ചെയ്തിട്ട് സെക്കൻഡ് പീസ് നമ്മൾ 17.5 ഇഞ്ചിലാണ് കട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ 4 മീറ്ററിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പീസ് 5 മീറ്ററിലും സെക്കൻഡ് പീസ് 4 മീറ്ററിലുമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ 4 മീറ്റർ നമ്മൾ 17.5 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി തേർഡ് പാർട്ടാണ്. തേർഡ് പാർട്ട് 13 ഇഞ്ചിലാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പം സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ട്, ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടുമാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മുകളിൽ നിന്ന് തന്നെ നമ്മൾ വേസ്റ്റ് ഭാഗത്തു നിന്ന് തന്നെ എല്ലാ ഫ്രില്ലും കൊടുക്കുന്നതുകൊണ്ടാണ് എല്ലാം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു മോഡൽ അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതിൽ ആ ഒരു കറക്റ്റിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഫോർത്ത് പാർട്ട് വരുന്നത് 8.5 ഇഞ്ചാണ് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പും കൂടെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. മുകളിൽ ഒരു സ്റ്റെപ്പും കൂടെ വരുന്നുണ്ട് 5th പാർട്ടായിട്ട്. അതിന് മുമ്പ് നമ്മൾ ഒരു 4 മീറ്റർ തന്നെ 3 മീറ്ററിൽ നമ്മൾ ഉള്ളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ലൈനിങ് കഴിഞ്ഞ ഉടനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെയർ കൊടുക്കുമല്ലോ, ആ ഒരു ലെയറിനുള്ള പീസും കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ 22ലാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. മറ്റേത് നമ്മൾ 22.5 ഇത് നമ്മൾ 22 കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ നമ്മൾ 22.5ലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിനെക്കാട്ടും 1/2 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മുടെ മുകളിലത്തെ ഫസ്റ്റ് പീസ് വരുന്നത് 4.5 ഇഞ്ച് ലെങ്ത്തിലാണ്. അപ്പോൾ ആ ഒരു പീസും കൂടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് കൊടുക്കാനുള്ള 3 മീറ്ററിൽ 22 ഇഞ്ചിൽ കട്ട് ചെയ്ത പീസ്, അതുപോലെ 5 മീറ്ററിലാണ് സെക്കൻഡ് വെച്ചത്. 5 മീറ്ററിൽ 22.5 ഇഞ്ച് ലെങ്ത്ത്. തേർഡ് വന്നിട്ട് 4 മീറ്ററിൽ 17.5 ഇഞ്ച് ലെങ്ത്ത്. 13 ഇഞ്ചിൽ 4 മീറ്ററിൽ 13 ഇഞ്ച് ലെങ്ത്തിൽ. അതുപോലെ 4 മീറ്ററിൽ 8 ഇഞ്ച് ലെങ്ത്തിൽ. അതുപോലെ 4 മീറ്ററിൽ 4.5 ഇഞ്ച് ലെങ്ത്തും. അപ്പോൾ ഓരോ ലെയറുകൾ തമ്മിൽ 4.5 ഇഞ്ച് ഡിസ്റ്റൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെയർ താഴെയുള്ള ഏറ്റവും ഫസ്റ്റത്തെ ലെയർ വരുന്നത് ഫുൾ ലെങ്ത്ത് വരുന്ന ഫ്രോക്കിൻ്റെ അളവുണ്ടല്ലോ, അതും ഈ ഒരു പീസും കൂടെ വരുന്നത് 5.5 ഇഞ്ച് ഡിസ്റ്റൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് കൂടുതലായിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ലൈനിങ്, ക്രേപ്പ് ലൈനിങ് വീതിനെയാണ് നമ്മൾ ലെങ്ത്തായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ 22.5 ഇഞ്ച് 2 പീസ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ലൈനിങ് തന്നെ, ക്രേപ്പ് ലൈനിങ് തന്നെ. പിന്നെ അതേപോലെ തന്നെ കോട്ടൺ ലൈനിങ്ങും നമ്മൾ അതേ അളവത്തിൽ 1 ഇഞ്ച് കുറച്ചിട്ട് 21 കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. മറ്റേത് 21.5ലും ഇത് 22.5ലും ഇത് 21ലും കോട്ടൺ ലൈനിങ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. പിന്നെ നമ്മൾ ബോഡി പാർട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ സ്കേർട്ട് പോർഷൻ ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബോഡി പാർട്ട് കട്ടിങ്ങാണ്. അതിൽ ലെങ്ത്ത് 9 ഇഞ്ച് + 1 തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 10 ഇഞ്ചിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അതിൽ ഷോൾഡർ വരുന്നത് 5 ഇഞ്ച്, അതുപോലെ ആം ഹോൾ വരുന്നതും 5 ഇഞ്ച്, ചെസ്റ്റ് 6.5 + 1 തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട്
മാർക്ക് ചെയ്ത. ഇപ്പോൾ തയ്യൽ തുമ്പ് എപ്പോഴും 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ മെഷർമെൻറ്റ് എടുത്തതിനേക്കാളും 3 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് സീം അലവൻസും കൂട്ടിയെടുക്കുക. അപ്പോൾ നെക്ക് ലെങ്ത്ത് വരുന്നത് 3 ഇഞ്ചും വിഡ്ത്ത് വരുന്നത് 2.2 ഇഞ്ചുമാണ് കേട്ടോ. അതൊരു കുറച്ച് വലിപ്പമുള്ള കുട്ടികൾക്കായതുകൊണ്ട് തന്നെ 2 പോയിൻറ്റും കൂടെ കൂട്ടി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ വൈഡൊന്ന് കറക്റ്റ് കിടക്കും. ഇപ്പോൾ ഷോൾഡർ ഭാഗം ഒരു 1/2 ഇഞ്ച് കുഴിച്ചു കൊടുക്കുക. ഒന്നിങ്ങനെ കർവ് ചെയ്തിട്ട് ശേഷം നമ്മൾ സ്ലീവ് ഭാഗം കർവ് ചെയ്തിട്ട് നമ്മളെ ബോഡി പാർട്ട് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി അപ്പം എപ്പോഴും നമ്മൾ കട്ട് ചെയ്യുമ്പം ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ മെയിൻ പീസ്. പിന്നെ അത് വെച്ചിട്ട് നമുക്ക് നല്ല പീസുകളാകുമ്പോൾ എന്ത് കംപ്ലൈൻറ്റ് വരികയാണെങ്കിലും നമുക്ക് ലൈനിങ്ങിലല്ലേ വരുള്ളൂ. നമുക്ക് വീണ്ടും വെട്ടാലോ, വലിയ റേറ്റൊന്നും വരാത്ത പീസായതുകൊണ്ട്. അപ്പോൾ ഫസ്റ്റ് കട്ട് ചെയ്തിട്ട് എടുക്കാൻ നല്ലത് കോട്ടൺ ലൈനിങ്ങിലാണ്. അപ്പോൾ ഞാൻ ക്രേപ്പിലാണ് കട്ട് ചെയ്തതെന്നുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എല്ലാ പാർട്ടുകളും കട്ട് ചെയ്തിട്ട് എടുക്കണം. ബാക്ക് പീസ് ഒരു 3/4 ഇഞ്ച് സിബിൻ്റെ എക്സ്ട്രാ പീസ് കൊടുത്തതിന് ശേഷം നെക്കിന് ഒരു 1 ഇഞ്ച് ലെങ്ത്തും കൂടെ കുറച്ചിട്ട് സാധാ സെയിം അളവ് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ഒരു പീസിനെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ, ബാക്കിൽ സിബ് കൊടുക്കാനുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ എല്ലാ പീസുകളും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെയിൻ പീസുകളൊക്കെ കട്ട് ചെയ്ത് ഒന്നും കൂടെ കാണിക്കുക എന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു പീസ് വെച്ചിട്ട് തന്നെ എല്ലാ പീസുകളും നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെ കാണാം. അപ്പോൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ തരും. അപ്പോൾ ലൈനിങ്ങിൻ്റെ ഒരു സൈഡ് കൂട്ടി കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഫ്രില്ലിടുന്നത് പോലെ തന്നെ ഫ്രില്ലിട്ടെടുക്കുക. കറക്റ്റ് നമ്മൾ വേസ്റ്റ് മെഷർമെൻറ്റ് 12.5 തന്നെയാണ് കൊടുക്കുന്നത്. 12 കൊടുത്താൽ മതി. പക്ഷേ ചില കുട്ടികൾക്ക് ഇടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ ബാക്കിൽ വള്ളി കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് തന്നെ വേസ്റ്റിനും കൊടുക്കാട്ടോ. അത് കുഴപ്പമൊന്നുമില്ല, ഇടാനുള്ളൊരു ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ 2 പീസും രണ്ട് ലൈനിങ് നമ്മൾ ഫ്രിൽ ചെയ്തിട്ട് കറക്റ്റ് 12.5 ഇഞ്ച് കറക്റ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പീസസും ഫ്രിൽ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിന് ഓരോ ഫ്രില്ലായിട്ട് ചെയ്തത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 3 മീറ്ററിൽ കട്ട് ചെയ്ത് പീസ് ഫ്രിൽ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ലൈനിങ് കഴിഞ്ഞ ഉടനെ വെക്കാനുള്ളത്. അതുപോലെ മെയിൻ പീസ് 5 മീറ്ററിൽ കട്ട് ചെയ്ത പീസും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെയൊക്കെ നമ്മൾ ഫിഷ് ഹെമ്മ് ചെയ്യുന്നുണ്ട്, റോൾ ഹെമ്മ്. ഫസ്റ്റ് പീസ് റോൾ ഹെമ്മ് ചെയ്യുന്നില്ല. അതിൻ്റെ മുകളിലത്തെ 4 പാർട്ടുകൾ നമ്മൾ റോൾ ഹെമ്മും കൂടെ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, ഫ്രില്ലെടുത്ത ഒപ്പം തന്നെ. അപ്പോൾ എല്ലാ പീസസും നമ്മൾ ഒരേ അളവ് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ 4 നെറ്റിൻ്റെ പീസും വെച്ചിട്ടുണ്ട്. 5ാമത്തെ പീസാണ് കേട്ടോ, 4th ലെയർ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയറും കൂടെ വരുന്നുണ്ട്, ഫസ്റ്റ് ലെയർ. ഇതാ ഇത് ഫുള്ളായിട്ട് വെച്ചിട്ട് റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ലൈനിങ്ങും കൂടെ കൂട്ടിയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അതൊക്കെ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബോഡി പാർട്ടിൽ നമ്മൾ സ്ലീവിന് പകരം കൊടുക്കുന്നൊരു മോഡലും കൂടെ കൊടുക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ലെങ്ത്താണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ബോഡി മെഷർമെൻറ്റിനെക്കാട്ടിയും 5 ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുക്കണം കേട്ടോ, എങ്കിലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഇത് നമ്മൾ 29 ഇഞ്ച് ലെങ്ത്ത് പ്ലസ് ഒരു തേൽത്തുമ്പും കൂടെ കൂട്ടണം കേട്ടോ. വിഡ്ത്ത് 30 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്രില്ല് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരളവും കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ ഈ ഒരു തിക്നെസ് കിട്ടണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. ആ ഒരളവാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ യോക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ്. നല്ല പീസും ലൈനിങ്ങും വെച്ചിട്ട് നമ്മൾ ഒന്ന് സാധാരണ പതിച്ചെടുക്കുമല്ലോ, അങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ലൈനിങ് വെച്ചിട്ട് നമ്മൾ സ്ലീവ് ഭാഗം അതുപോലെ നെക്ക് പോർഷനും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. സാധാരണ പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തും കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആളുകളൊക്കെ ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ കഴിഞ്ഞാൽ ഡൗട്ട് ചോദിക്കുമ്പോൾ അപ്പോൾ അവർക്കും വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി സാധാരണ ചെയ്യുന്ന പോലെ നമ്മളൊന്ന് മറിച്ചെടുക്കുകയാണ്. അപ്പോൾ യോക്ക് പാർട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ വശം ഒന്നായിട്ടൊന്ന് പതിച്ചടിക്കാം. ഇനി നമ്മൾ അതേപോലെ തന്നെ ബാക്ക് വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ സിബ് കൊടുക്കണ ആ ഒരു ഭാഗം കൂടെ എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാൻ കേട്ടോ. സ്ലീവ് ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാനുണ്ട് കേട്ടോ. എന്നിട്ട് മറ്റത് ചെയ്ത് അതേപോലെ തന്നെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക. പിന്നെ നല്ല പീസും നല്ല വശം ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം കൂടെ ഒന്നാമത്തെ ഷോൾഡർ ഭാഗത്ത് കോർത്ത് വെച്ചിട്ട് നമ്മളൊന്ന് പതിച്ചടിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ സിബ് വെക്കാനുള്ള ആ ഭാഗം 1 ഇഞ്ച് ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൂട്ടിയില്ലാച്ചിട്ട് കുഴപ്പമില്ല, പക്ഷേ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു ഭാഗം കൂട്ടി കൊടുക്കുന്നത്. ഇനി നമുക്ക് വള്ളി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വള്ളിയും കൂടെ കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. നമ്മൾ കറക്റ്റ് അളവിൽ 12.5 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. യോക്ക് പാർട്ട് വേസ്റ്റ് മെഷർമെൻറ്റും അതുപോലെ ഷേപ്പും വേസ്റ്റ് മെഷർമെൻറ്റും അതുപോലെ ചെസ്റ്റ് ഒരേ അളവ് തന്നെയാണ് നമ്മൾ കൂട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്കേർട്ട് പോർഷൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഭാഗം 4 പീസ് നമ്മൾ ഫിഷ് എം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ എല്ലാം നമ്മൾ മുകളിൽ നിന്ന് തന്നെ കൊടുത്ത ഫ്രില്ലുകളാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ ടൈപ്പ് സ്റ്റിച്ചിങ്ങും സ്കേർട്ട് പോർഷൻ്റെ എല്ലാ സ്റ്റിച്ചിങ്ങും നമ്മൾ തീർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ടോപ്പ് പോർഷനിലേക്ക് വെക്കാണ്ട് അതിൻ്റെ മുമ്പ് നമുക്ക് ടോപ്പ് പോർഷനിൽ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ആ ഒരു സ്ലീവ് ഭാഗം കൊടുക്കാനുള്ളത് ഒന്ന് ഉള്ളിലേക്ക് വെച്ച് മടക്കാൻ കേട്ടോ. 2 എൻഡിങ് വശവും അപ്പോൾ സ്റ്റിച്ച് ചെയ്തിടങ്ങൾ നല്ലത് അങ്ങനെ മടക്കി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് 2 സൈഡിലും ഒന്ന് ഫ്രില്ലിട്ടെടുക്കുക. അതുപോലെ സെൻറ്ററിലും ഒന്ന് കുട്ടിപ്പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതാ ആ ഒരു ഭാഗം വെച്ചിട്ട് പിടിച്ചിട്ട് നമ്മൾ സെൻറ്റർ പോർഷൻ വെച്ചിട്ടൊന്ന് ആ ഒരു മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അതിന് ബാക്കിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നല്ല കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മളൊരു ഷോ ബട്ടൺ കൊടുക്കാനുണ്ട് കേട്ടോ ആ ഒരു പീസിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം നമ്മളൊരു 4 ഇഞ്ച് കറക്റ്റാക്കിയിട്ട് നമ്മൾ ഫില്ലിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഉള്ളിലേക്ക് മടക്കി വെച്ച ഭാഗം ഉൾഭാഗത്തേക്ക് വരണം, പുറത്തേക്ക് വരരുത്. ഇത് നമ്മൾ പുറത്തേക്ക് വെക്കാനുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ 2 വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു ഫ്രണ്ട് പീസ് വെച്ചിട്ട് ഫ്രണ്ടിൽ നമ്മൾ ഫ്രില്ലിട്ടെടുത്ത ഭാഗം നമ്മൾ ആ മാർക്ക് ചെയ്ത സെൻറ്റർ പോർഷനിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ലീവ് വെക്കാൻ ഒരു വിധം ആർക്കും അറിയില്ല. അപ്പോൾ ഈ ഒരു മോഡൽ മുമ്പ് ചെയ്തപ്പോൾ അതിൻ്റെ എല്ലാവരും സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്തതാട്ടോ. അപ്പോൾ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ ഇതാ നമ്മൾ ആ സിബ് ഒന്നുണ്ട് തുറന്നതിന് ശേഷം ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് ആ ഒരു തുമ്പിനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരൊറ്റ സ്റ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. പതിച്ച് വെച്ചിട്ട് ഒന്ന് അരിക്കത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ സിബ് റെഡിയാക്കി വെച്ചിട്ടൊരു കുഴപ്പം പറ്റില്ല, സാധാരണ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു കൈയിടുന്ന ആ ഒരു അകലം ഒക്കെ നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലും കൂടുതൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വിടുത്ത് കൂട്ടിയെടുത്താൽ മതി. നമ്മൾ 30 എടുത്തത്, ഒരു 35 എടുത്താൽ ഒന്നും കൂടെ കിട്ടുമ്പോൾ കറക്റ്റായിട്ട് 2 വശത്തേക്കും 7.5 ഇഞ്ച് വീതം 7.25 ഇഞ്ച് വീതം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ തയ്യൽ തുമ്പ് അടക്കാണ് 30 ഇഞ്ച് പറഞ്ഞത്. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകാനുണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ 29 ഇഞ്ച് ഏകദേശം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും റൗണ്ട്. പിന്നെ നമ്മൾ സ്കേർട്ട് പോർഷനും ടോപ്പ് പോർഷനും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. സാധാ പോലെ തന്നെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് 2 സ്റ്റിച്ചും കൊടുത്തിട്ട് നമ്മളൊന്ന് ഓവർലോക്കും കൂടെ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ നെക്ക് പോർഷനിൽ ഒരു ഷോ ബട്ടൺ കൊടുക്കാനുണ്ട്. അതുപോലെ വേസ്റ്റ് ഭാഗത്ത് നല്ലൊരു അടിപൊളി ലേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതാ നമ്മളെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ. കണ്ടില്ലേ, എല്ലാ ലെയറും നമ്മൾ ഫിഷമ്മ് ചെയ്തതുകൊണ്ട് തന്നെ കാണാൻ കുറച്ചും കൂടെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. അതുപോലെ നമ്മളെ ലേസും ഇതിലേക്ക് നല്ല മാച്ചിങ് ആണ് കേട്ടോ, മാച്ചിങ് ആയിരുന്നു. അപ്പോൾ ഒരു 31 സൈസ് ഫ്രോക്ക് നമ്മൾ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ പുതിയ വീഡിയോസും ഡീറ്റെയിൽസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണണം. അതുവരേക്കും എല്ലാവരോടും ബൈ.